ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബിയും CA സച്ചിദാനന്ദനും വേണുവും ഒക്കെ കൂടിയിട്ട് നയനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഉഗ്രവിഷമുള്ള പാമ്പിനെ കൊണ്ട് നയനെ കടുപ്പിച്ച് നയനെയോ അല്ലെങ്കിൽ വയറ്റി വളരുന്ന കുഞ്ഞിനെയോ ഇല്ലാതാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അതിവിദഗ്ധമായി തന്നെ ഒരു പാമ്പാട്ടിനെ കണ്ടുപിടിച്ച് ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെയും കൊണ്ട് പൂജാമുറിയിൽ ആരും കാണാതെ കൊണ്ടുവെക്കുന്നുണ്ട് അബി. നാളെ രാവിലെ പൂജ ചെയ്യാനായിട്ട് അവൾ പൂപ്പട്ടയിൽ കൈയിടുമ്പോൾ തന്നെ അവൾ ഇവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കുമെന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ അവിയും ജലജയൊക്കെ കൂടിയിട്ട്. പിറ്റേ ദിവസം രാവിലെ ഇതൊന്നും അറിയാതെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി പൂജയ്ക്കായിട്ട് പൂജാമുറിയിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് ജലജയും അബിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവർ പതിയെ വാതിലിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ മാറി നിൽക്കുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സ്വകാര്യം പറയുന്നുണ്ട്. ഇന്നത്തോടു കൂടി അവളുടെ അഹങ്കാരം അങ്ങ് തീരും. പാമ്പ് അവളുടെ കയ്യിൽ തന്നെ കൊത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ദേവേനയുടെ കൈ കൊത്തിയാലും കുഴപ്പമില്ലായിരുന്നു. ഇവർ രണ്ടുപേരിൽ ആർക്ക് കൊത്തി കിട്ടിയാലും അത് നമുക്ക് പ്രയോജനമേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ഇനി നയനക്കാണ് കടി കിട്ടുന്നതെങ്കിൽ അവളെ എല്ലാവരും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് ഇറങ്ങി വരുന്നുണ്ട്. പൂജാമുറിയിലോട്ട് പോകാതെ ജലജയും അബിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പം ഇവരിങ്ങനെ മാറി നിന്ന് എന്താ സംസാരിക്കുന്നതൊക്കെ അറിയാനായിട്ട് ആദർശ് അവരുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഇതെന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? പൂജ തുടങ്ങാറായല്ലോ, നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു മോനെ എന്നൊക്കെ ജലജ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഉടനെ അബിയോട് പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവങ്ങൾക്ക് പോലും നിന്റെ മുഖം കാണുന്നത് ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ ഇങ്ങനെ അബിയെ ഇങ്ങനെ തരം താഴ്ത്തി പറയുമ്പോഴേക്കും ജലജയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ജലജ ഉടനെ ചോദിക്കുന്നുണ്ട്, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അവൻ ഇതിനു മുമ്പ് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റൊക്കെ നീയും ചെയ്തിട്ടില്ലേ? അത് നീ മറന്ന് സംസാരിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ജലജ പറയുകയാണ് കേട്ടോ ആദർശിനോട്. അന്നേരം അബി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകൊനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ജലജയോട് പറയുന്നുണ്ട്, ഇവൻ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ഇവന് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആദർശ് അങ്ങോട്ടേക്ക് പോയതിനു ശേഷം ജലജ ചോദിക്കുന്നുണ്ട് അബിയോട്, നീ എന്താണ് അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരുന്നത്? നിനക്ക് നല്ല രണ്ട് വർത്തമാനം അവനോട് പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം കേട്ടിങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളതെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അബി പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാമേ. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പം ഇയാളുടെ ഈ അഹങ്കാരമൊക്കെ അങ്ങ് തീർന്നോളും. പൂജ കഴിയുമ്പോഴേക്കും ഇയാളുടെ ഭാര്യ അങ്ങ് ഒടുങ്ങുമല്ലോ, അതോടുകൂടി എല്ലാം അവസാനിച്ചോളൂ എന്നൊക്കെ അബി പറയുന്നുണ്ട്. എന്നിട്ട് അബി ജലജയോട് ചോദിക്കുന്നുണ്ട്, പൂജ ഇപ്പം തുടങ്ങുമോന്ന്. ഇല്ല, പൂജകളുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതല്ലേ ഉള്ളൂ, ഇനിയും കുറച്ച് സമയം എടുക്കുമെന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന്. CA സച്ചിദാനന്ദനെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഈ സമയത്ത് നീ പുറത്തു പോയാൽ ശരിയാകില്ലടാ മോനെ. അവളെ പാമ്പ് കടിക്കുകയും നിന്നെ ഇവിടെ കാണാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ആൾക്കാരൊക്കെ സംശയിക്കും നമ്മളെ. അതുകൊണ്ട് നീ ഇപ്പോൾ പുറത്ത് പോകാതിരിക്കുന്ന നല്ലതെന്ന് ജലജ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ സംശയങ്ങളൊക്കെ നമ്മളിൽ തന്നെ വന്ന് എത്തുമേ. കാരണം ഇതുപോലൊരു വീടിനകത്ത് പാമ്പ് കയറുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ അമ്മേ എന്നൊക്കെ ഇങ്ങനെ അബി പറയുകയാണ് കേട്ടോ. അതും പറഞ്ഞ് അബി CA സച്ചിദാനന്ദനെ കാണാനായിട്ട് പോവുകയാണ്. അതേസമയത്ത് ജലജയ്ക്കാണെങ്കിലും നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയത്ത് നന്ദു അനിയും കൂടെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് നന്ദു അനിയോട് പറയുന്നത് അബിയുടെ കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവൻ്റെ ചീട്ട് കീറണം എന്നുള്ള രീതിയിൽ തന്നെ അനി പറയുന്നുണ്ട്. ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നത് ആഭരണങ്ങളാക്കി വിറ്റത് മാത്രമല്ല, അനാമിക നിനക്കെതിരെ കേസായിട്ട് മുന്നോട്ട് പോയതിൻ്റെ പിന്നിൽ ഈ അബി തന്നെയാണ്. അബിയാണ് അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകിയെന്നൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞു കൊടുക്കുകയാണ് അനിയോട്. ഇന്നത്തെ ദിവസം എന്തായാലും അവിടെ ഒരു നല്ല കാര്യം നടക്കുകയില്ല, അതുകൊണ്ടാണ് ആ ക്രിമിനലിനെ ഞാൻ അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത്. നാളെ എന്തായാലും അവൻ്റെ അടപ്പ് തെറിപ്പിക്കുമെന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ പൂജയ്ക്ക് ക്ഷണിക്കുന്നുണ്ട് അനി. നന്ദുവിന് പൂജയ്ക്ക് പോകാനൊക്കെ മനസ്സുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അനിയുടെ അമ്മയ്ക്ക് പിന്നെ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള രീതിയിൽ നന്ദു പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അമ്മ എന്തായാലും നിന്നോട് മോശമായ രീതിയിൽ പെരുമാറില്ലെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അമ്മയോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. അനാമിക എന്നെ കേസ് കൊടുത്ത് കുടുക്കിയപ്പം എന്നെ അതിൽ നിന്നൊക്കെ പുറത്തിറക്കാൻ നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും അമ്മ ഇനി നിന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് CA സച്ചിദാനന്ദൻ എത്തുന്നത്. അയാളും രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അയാളെ കാണുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ദേ അയാൾ വരുന്നുണ്ട്. ഇയാൾക്ക് കിട്ടിയതൊന്നും പോരെ, ഇയാൾ ഇതുവരെ ഈ നാട്ടിൽ നിന്ന് പോകാത്ത എന്താന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അയാൾ എവിടെ പോകാനാടാ, അയാൾക്ക് അയാളുടെ നാട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അതുകൊണ്ടല്ലേ അയാൾ ഇവിടെ ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ CA സച്ചിദാനന്ദൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ നാട് വിട്ട് പോകാറായില്ലേ? ഇനിയും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന എന്തിനാന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ CA പറയുന്നുണ്ട്, ഈ നാട് വിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.
ഇത് വെറും സസ്പെൻഷൻ മാത്രമാണ്. എനിക്കിഷ്ടമുള്ളിടത്ത് എനിക്ക് ജീവിക്കാമല്ലോ, അല്ലാതെ ഈ നാട് മുഴുവൻ നിങ്ങൾക്ക് മതിപ്പിച്ച് തന്നിരിക്കുകയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അയാളും തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ നന്ദുവിനോടും നനിയോടുമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് വെറും സസ്പെൻഷൻ മാത്രമാണ്. ഞാൻ തിരിച്ച് ഡ്യൂട്ടിയിൽ കയറി കഴിയുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം. എന്നെ ഇത്രയും നാണം കെടുത്തിയില്ലേ, അതിൻ്റെയൊക്കെ തിരിച്ചടി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ് കേട്ടോ. തനിക്ക് കിട്ടിയതൊന്നും പോരായിരുന്നു, ഈ നാട്ടിൽ നിന്ന് പറപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനാണ്. ഈ സസ്പെൻഷനൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റേഷനിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റേഷനിൽ തന്നെ CI ആയിട്ട് ഞാൻ ചാർജ് എടുക്കും. അന്ന് നീ എൻ്റെ കാൽക്കീഴിലാണ് വരുന്നതെങ്കിൽ നീ ശരിക്കും അനുഭവിക്കും മോളെ എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഒന്നും അനുഭവിക്കാനില്ല സാറേ. എന്നെ ബുദ്ധിമുട്ടിക്കാനോ എൻ്റെ മെക്കിട്ട് കയറാനോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇടിച്ചു ഓടിക്കാൻ എനിക്കറിയാം. എന്നിട്ട് എൻ്റെ തൊപ്പി നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരും എന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അനിയും പറയുന്നുണ്ട്, അങ്ങനെ ഇവളുടെ തൊപ്പി വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ഈ നാട്ടിൽ ഉണ്ടാവില്ല. അതിനുള്ള പണിയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കും അറിയാമെന്നൊക്കെ അനിയും പറയുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നതൊക്കെയുള്ളത് നമുക്ക് കാണാവിടാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴേക്കും അനി നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ, അയാളിപ്പോൾ നാട്ടിൽ പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടന്ന് തമ്പടിച്ചിരിക്കുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എടാ അയാൾക്ക് അയാളുടെ നാട്ടിലോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. പത്രത്തിലും TV-യിലും ഒക്കെ വന്ന് ആകെ നാറി നിൽക്കുകയല്ലേ അയാൾ, അതുകൊണ്ടായിരിക്കും അയാൾ പോകാത്തത്. കുറച്ച് നാൾ ഇവിടെ കടിച്ചു കൊണ്ട് നിന്നിട്ട് പിന്നെ അയാൾ അങ്ങോട്ടേക്ക് പൊക്കോളും എന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പൂജയുടെ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കിനി വീട്ടിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് വരാൻ, പൂജയ്ക്ക് പങ്കെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോകാം. ഇനി അധികം നേരം ഇവിടെ നിന്നാൽ പൂജയ്ക്ക് എത്താൻ നമ്മൾ ലേറ്റാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരോട് പിരിയുകയാണ് കേട്ടോ. പിന്നെ അഭിയും CI സച്ചിദാനന്ദനും കൂടെ കണ്ടുമുട്ടുന്നുണ്ട്. CI സച്ചിദാനന്ദനെ അനിയും നന്ദുവും കൂടെ അപമാനിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്തായാലും അവളും അവനും കൂടെ എന്നെ അപമാനിച്ചതിനൊക്കെ ഞാൻ ഒരു തിരിച്ചടി കൊടുത്തിട്ടേ ഇവിടുന്ന് പോകുകയുള്ളൂ. ഞാനൊരു പോലീസുകാരനാണെന്നുള്ളത് മറന്നിട്ടാണ് അവരെന്നോട് സംസാരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ദേഷ്യപ്പെട്ട് അഭിയോട് പറയുകയാണ് കേട്ടോ CI സച്ചി. അപ്പോഴേക്കും അയാളോട് അഭി പറയുകയാണ്, നന്ദു ആണല്ലേ ഇപ്പോൾ സാറിൻ്റെ മെയിൻ ശത്രു. നന്ദുവിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ പാമ്പ് അനിയായിരുന്നു ആദ്യം കൊത്തേണ്ടിയിരുന്നത്. ആ പാമ്പിനെ അനിയുടെ റൂമിലായിരുന്നു കൊണ്ടുവെക്കേണ്ടത് എന്നിങ്ങനെ അഭി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവളുടെ ചേട്ടത്തി ആ നയനയും അനിയും ഒരുപോലെ അവൾക്ക്. അവർ രണ്ടുപേരെയും ജീവനാ അവർക്ക്. അവർ രണ്ടുപേരിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അവളെ അത് തളർത്തിയിരിക്കും. നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് അനി. അനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടിലേത് സംഭവിച്ചാലും അവളെ തളർത്താൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞു. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം, എങ്കിൽ മാത്രമേ അനന്തപുരി മൊത്തത്തിലൊന്ന് ആടി ഉലയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുക എന്നൊക്കെ ഉള്ളത് CI സച്ചിദാനന്ദൻ്റെ ബുദ്ധിയിൽ ഉണർന്ന കാര്യമാണല്ലോ. ഇതിന് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അവർക്കിട്ട് ഒരു നല്ല തിരിച്ചടി കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CI നിൽക്കുന്നത്. എന്നിട്ട് CI പറയുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനായിട്ട് പോലും എന്നെ ഇത്രത്തോളം വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്ത രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ എന്തായാലും അവരെ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് CI സച്ചിദാനന്ദൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അഭി ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് അനന്തപുരിയിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ചന്തമോളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ദേവയാനിയും ജയനും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയനയുടെ കുഞ്ഞിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കുഞ്ഞാവ് എത്രയും പെട്ടെന്ന് വരുമായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്തമോള് ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, വരുമെന്നേ, ഇപ്പം ഇവിടെ ഒരു കുഞ്ഞാവയും ഉണ്ടല്ലോ. ആ കുഞ്ഞാവയുടെ കൂടെ മോക്ക് കളിക്കാൻ പറ്റാത്തത് മോക്ക് നല്ല വിഷമാണെന്നൊക്കെയുള്ളത് മുത്തശ്ശിക്ക് അറിയാം. എന്നാൽ നയനമ്മയുടെ കുഞ്ഞാവ് വരുമ്പോഴേക്കും മോക്ക് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ടി വരത്തില്ല. ആ കുഞ്ഞിനെ എപ്പോഴും മോള് തന്നെയായിരിക്കും കളിപ്പിക്കുന്നത്. പിന്നെ മോൾ എപ്പോഴും ആ കുഞ്ഞാവയുടെ അടുത്ത് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹിക്കുകയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയാണ് കേട്ടോ. പൂജാമുറിയിൽ നയനയും മുത്തശ്ശിയും ജാനകിയും നവിയും ഒക്കെ കൂടി നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ നയന. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയും ചന്തമോളും ഒക്കെ എവിടെ നിന്നൊക്കെ ഉള്ളത്, അവളെ ഇതുവരെ ഒരുക്കി കഴിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവളെ ഒരുക്കി കഴിഞ്ഞു, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. മോളെന്തായാലും പൂജ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. പക്ഷേ ചന്തമോളുടെ കാര്യങ്ങളൊക്കെ അവൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നവ്യയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. നവ്യയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ജലജ ഇങ്ങനെ പൂജാമുറിയുടെ വാതിൽക്ക് വന്ന് ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ടേക്ക് അഭിയും എത്തുന്നുണ്ട്. അഭി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ എവിടെയായിരുന്നു ഇത്ര നേരം? എല്ലാവരും പൂജാമുറിയിലുണ്ട്. പാമ്പിനി വേറെ ആരെങ്കിലും മാറി കടിക്കുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. കോട്ട ഇനി ദേവയാനി വല്ലതും ആയിരിക്കുമോ പിടിക്കുന്നത്? കോട്ട ആരാണ് തുറക്കുന്നത്? അവരുടെ കയ്യിൽ പാമ്പ് കുത്തുള്ളൂ എന്നല്ലേ പറഞ്ഞത്?
ഇതിപ്പോൾ എന്താകും എന്നൊക്കെ കണ്ടറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പതിയെ പതിയെ പതുങ്ങി മാറി ആ വാതിലിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അഥവാ പാമ്പ് ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ ഇറങ്ങി ഓടാൻ പാകത്തിനാണ് കേട്ടോ അവർ ആ വാതിലിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നതും. അങ്ങനെ എല്ലാവരും ആ സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. നയന ആദ്യം ആ പൂക്കൂടെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും തന്നെ മുത്തശ്ശി നയനോട് പറയുന്നുണ്ട്, മോളെ ഈ ഒരു മാലയും കൂടെ അങ്ങ് ചാർത്തിയേരെന്ന് പറയുകയാണ്. അപ്പം ആ പൂക്കൂടെ അവിടെ വെച്ചിട്ട് ആ മാലയും കൂടെ എടുത്ത് ചാർത്തിയാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് ചന്തുമോളെയും കൂട്ടിയിട്ട് ദേവയാനിയും ജയനും അതുപോലെ തന്നെ മുത്തശ്ശനും ഒക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനിയും ചന്തുമോളെയും കൂട്ടിക്കൊണ്ട് വരുന്ന കാണുമ്പോഴേക്കും അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നയനേനെ ഇനി പാമ്പ് കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വരുന്ന ഇവളെ അങ്ങ് കൊത്തിയാൽ മതിയായിരുന്നു, ഈ ചന്തുമോളെ ആണെങ്കിലും കൊത്തിയാൽ മതിയായിരുന്നു, അതാകുമ്പം എനിക്കെതിരെയുള്ള തെളിവ് അങ്ങ് ഇല്ലാതായിക്കോളുള്ളൂ എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും എത്തിക്കഴിയുമ്പോഴേക്കും തന്നെ പൂജയൊക്കെ തുടങ്ങുന്നുണ്ട്. പുറകെ ആദർശും അനിയും എല്ലാവരും വരുന്നുണ്ട്. ആദർശിനോട് മുത്തശ്ശി പറയുന്നുണ്ട് നയനയുടെ അടുത്ത് വന്ന് നിൽക്കാനൊക്കെ ആയിട്ട്. മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട് ആ കൂടെ ഒന്ന് എടുത്തു കൊടുക്കാൻ, നയനമോളെ ഒന്ന് സഹായിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് പേടിയാണ്, ആ കൂടയ്ക്കകത്ത് പാമ്പുണ്ടെന്നുള്ളത് ജലജയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ജലജ ഭയന്നിട്ട് ഉടനെ അത് ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നീ ആ പൂക്കട്ടെ എടുത്ത് പൂ എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ സഹായിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നിന്നോടല്ലേ അമ്മ പറഞ്ഞത്, നീ തന്നെ അങ്ങ് എടുത്താൽ മതി എന്നൊക്കെ ജാനകി പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ജലജ ഉടനെ പറയുന്നുണ്ട്, ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു, ഇതൊക്കെ വെറും വീട്ടിലല്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല, നീ കാഴ്ചക്കാരിയായിട്ട് മാറി നിന്നാൽ മതി, നീയൊക്കെ അതിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ പൂജ ശരിയാകണമെന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവരെ വീണ്ടും തരം താഴ്ത്തിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മോളെ സഹായിച്ചോളാം എന്ന് പറഞ്ഞ ദേവേനെ മുന്നോട്ട് വരുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, വേണ്ടമേ ഇത് ഞാൻ തന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് ആ കൂടെയൊക്കെ അങ്ങ് എടുക്കുന്നുണ്ട്. ആ കൂടെ എടുക്കുമ്പോഴേക്കും തന്നെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കൂടയ്ക്ക് ഇച്ചിരി ഭാരം കൂടുതലായിട്ടുള്ളതായിട്ട്. ഈ കൂടയ്ക്ക് എന്താ ഒരു ഭാരം പോലെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നയന. ഇന്നലെ ഇത്രയും ഭാരമില്ലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെയും പൂക്കൾ മേടിച്ച് ഇതിനകത്ത് വെച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നയന അങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ജലജയ്ക്കും അബിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉടനെ അബി പറയുന്നുണ്ട്, നല്ല വിളഞ്ഞ മുറ്റിയ സാധനം തന്നെയാണ് അകത്തിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഭാരം കാണാതിരിക്കുമോ എന്ന്. അത് കേട്ട് ജലജ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും നയന ആ കോട്ടയുടെ മൂടിയൊക്കെ തുറക്കുകയാണ് കേട്ടോ. പാമ്പിനെ ഒന്നും കാണുന്നില്ല. ജലജയ്ക്കും അബിക്കും ആകെ ടെൻഷനായി തുടങ്ങി കേട്ടോ. പാമ്പ് അതിനകത്തല്ലേ ഉണ്ടായിരുന്നത്, പാമ്പിനെ ഇപ്പോൾ കാണുമില്ല. അവൾ നിസ്സാരമായിട്ട് കൂടെ തുറക്കുകയും ചെയ്തു. എല്ലാവരും അതിൽ നിന്ന് പൂവ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാമ്പ് അടിയിൽ വല്ലതും ആയിരിക്കും അമ്മ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അബി പറയുന്നുണ്ടെങ്കിലും പക്ഷേ പാമ്പ് അതിനകത്ത് ഇല്ല. എല്ലാവരുടെയും അടുത്തേക്ക് കൂടെ ആ കോടയുമായിട്ട് നയന വരികയാണ് കേട്ടോ പൂവെടുക്കാൻ പറഞ്ഞുകൊണ്ട്. അന്നേരം ജലജ ദേഷ്യത്തോടെ അബിയോട് ചോദിക്കുന്നുണ്ട്, എന്തിയാടാ നിന്റെ പാമ്പെന്ന്. അബി ഇങ്ങനെ പേടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ അത് പുറത്തിറങ്ങിയെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അബിയും ജലജയും കൂടെ. അങ്ങനെ അബിയുടെയും ജലജയുടെയും അടുക്കലും കൂടെ ആ പൂക്കട്ടയുമായിട്ട് നയന വരുന്നുണ്ട്. ജലജ പേടിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കൈയിട്ട് പെട്ടെന്ന് പൂവ് എടുക്കുകയാണ്. അബിയും പൂവ് എടുത്തിട്ട് വിഘ്നേശ്വരൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ എല്ലാവരും പൂവ് എടുത്തിട്ട് വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഇങ്ങനെ അർപ്പിക്കുകയാണ്. അബി എല്ലാം ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എവിടെയാണ് പാമ്പിരിക്കുന്നത്, എപ്പോഴാണ് കൈകിട്ട് കൊത്തു കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അബിയും ജലജയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം ഈ സാധനം എവിടെ പോയി എന്നുള്ളത് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ അത് വേറെ ആരെങ്കിലും കൊത്തുമോ അതോ നമുക്കിട്ട് തന്നെ കൊത്തുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് രണ്ടുപേർക്കും. അങ്ങനെ പൂജകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. പൂജയെല്ലാം കഴിയുമ്പോഴേക്കും ആദ്യം തന്നെ അബിയും ജലജയും ആ പൂജാമുറിയിൽ നിന്ന് ധൃതി വെച്ച് ഇറങ്ങി പോകുന്നുണ്ട്. പറയാൻ പറ്റില്ലല്ലോ ഏത് സമയത്ത് ആ പാമ്പിറങ്ങി വരുന്നതെന്ന്. വന്നാൽ കടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവർ രണ്ടുപേരും ആദ്യം തന്നെ അങ്ങ് മുങ്ങുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പാമ്പിൻ്റെ കടി കഴിച്ച് അവൾ മരിക്കുന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നിട്ട് ഇപ്പം എന്തായി, പാമ്പ് പോയിട്ട് അവിടെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ അബിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അബി ആ സമയത്ത് പറയുന്നുണ്ട്, അമ്മ ഞാനെന്ത് ചെയ്യാനാ അമ്മേ, ആ പാമ്പ് ഇറങ്ങി പോവുകയല്ലെന്നല്ലേ അയാൾ എന്നോട് പറഞ്ഞത്. നമ്മളത് വിശ്വസിച്ച് അതിനെ ആ കൊട്ടയ്ക്കകത്ത് ഇരുത്തി. കൊട്ട ആര് തുറക്കുന്നോ അവരുടെ കയ്യിൽ പാമ്പ് കൊത്തുമെന്നും പറഞ്ഞു. ആ കൊട്ടയ്ക്കകത്തുനിന്ന് പാമ്പ് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ഒരു പണി തരുമെന്ന് നമ്മൾ വിചാരിച്ച കാര്യമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒന്നും തന്നെ നടക്കാറില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇത്. ഇനിയിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്നുള്ളതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. അത് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദു വരികയാണ് കേട്ടോ. നന്ദു വരുന്നത് തന്നെ താമസിച്ചിട്ടാണ്. പൂജയൊക്കെ ഏകദേശം കഴിയാറായ സമയത്താണ് കേട്ടോ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കാണുമ്പം അബിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ ജാനകി ആണെങ്കിലും വലിയ മൈൻഡൊന്നുമില്ല. കാരണം പഴയതുപോലുള്ള ഒരു ദേഷ്യമൊന്നും ഇപ്പം ജാനകിക്ക് നന്ദുവിനോടില്ല. നന്ദു അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ജലജ പറയുന്നുണ്ട്, ആ വന്നോ, പൂജയുടെ പേരും പറഞ്ഞ് അനിയെ കാണാനല്ലേടി നീ വന്നെന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശിയും നയനേച്ചിയും മുത്തശ്ശനും നയനേച്ചിയും ദേവയാനി അമ്മയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവർ വിളിക്കുമ്പോൾ എങ്ങനെ വരാതിരിക്കും. പിന്നെ ഇതുപോലെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ പൂജ നടത്തുന്നത്. ആ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ തന്നെ നന്ദു മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്കത് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോടൊക്കെ ചോദിക്കുന്നുണ്ട് നയനേച്ചി എവിടെയെന്ന്. നയനമോൾ പൂജാമുറിയിലുണ്ടെന്ന് ദേവയാനി പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു നയനെ തപ്പി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പൂജാമുറിയിലോട്ട്.
ആ സമയത്ത് പൂജാമുറിയിലെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ നമ്മുടെ നയന. അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നന്ദു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആഹാ, പൂജയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പൂജ കഴിയുമ്പോഴാണോ നീ കയറി വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നന്ദുവിൻ്റെ അടുത്ത്. ചേച്ചി അത് പിന്നെ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. സാരമില്ല, പൂജ എന്തായാലും നല്ല രീതിക്ക് ഇങ്ങനെ നടന്നില്ലേ ചേച്ചി. ഇനിയിപ്പോൾ വൈകിട്ട് ഗ്രാൻഡായിട്ട് തന്നെ ഒരു ഫംഗ്ഷൻ ഇല്ലേ, അതിന് കൂടിക്കളയാം. അച്ഛനും അമ്മയ്ക്കൊക്കെ വരണമെന്നുണ്ടായിരുന്നു, പിന്നെന്തോ അവർ വന്നില്ല. ഫംഗ്ഷന് അച്ഛനും അമ്മയും ഉറപ്പായിട്ടും വരുമെന്നും പറയുകയാണ്. എന്നിട്ട് നന്ദു നയനോട് പറയുന്നുണ്ട്, ചേച്ചി ഇനി ഇങ്ങനെ പണിയൊന്നും എടുത്ത് നടക്കരുത് കേട്ടോ, കുറച്ചൊക്കെ റെസ്റ്റ് ആവാം. അടുത്ത ചെക്കപ്പ് കഴിയുന്നവരെ അധികം ജോലിയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടതല്ലേ, അതുകൊണ്ട് ചേച്ചി ഇനി പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഞാനിവിടെയൊക്കെ വൃത്തിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയന അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. നയന പറയുന്നുണ്ട്, ഇനി ഇവിടെ വൃത്തിയാക്കാൻ ഒന്നുമില്ല മോളെ, എല്ലാം വൃത്തിയായി കഴിഞ്ഞു. ഇനി ഈ പൂക്കളൊക്കെ ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു മാറ്റി വൃത്തിയാക്കിയാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാനും ചേച്ചി സഹായിക്കാമെന്ന് പറഞ്ഞ് നന്ദു നയനെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ റൂമൊക്കെ ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കുന്ന സമയത്താണ് ആ ഫോട്ടോയുടെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പിനെ നന്ദു കാണുന്നത്. നന്ദു കണ്ടുടനെ തന്നെ ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ. അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് നന്ദു പിന്നോട്ട് മാറുമ്പോഴേക്കും നയന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ പറ്റിയെന്ന് നിൽക്കുന്ന ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ആ ഫോട്ടോയുടെ പിന്നിൽ ഒരു പാമ്പ് ഇരിപ്പുണ്ട്, അതിങ്ങനെ പത്തി വിടർത്തിയിരിക്കുക, ചേച്ചി അങ്ങോട്ടേക്ക് പോകണ്ട, പെട്ടെന്ന് തന്നെ ഈ റൂമിൽ നമുക്ക് പുറത്തിറങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെയും കൂട്ടിയിട്ട് ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവരിങ്ങനെ ഇവരുടെ ഒച്ച കേട്ടിട്ട് എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ആ ഫോട്ടോയുടെ പിറകിൽ ഒരു പാമ്പിരിക്കുന്നു, പത്തി വിടർത്തി അത് ഇരിക്കുന്നത് കണ്ടിട്ട് നല്ല വിഷമുള്ള പാമ്പാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കാവുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ആദർശും അനിയും മുത്തശ്ശനും ഒക്കെ കൂടിയിട്ട് വന്നിട്ട് ആ പാമ്പിനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ഉഗ്ര വിഷമുള്ള പാമ്പ് തന്നെയാണല്ലോ ഇത്, ഈ പാമ്പ് ഇതെങ്ങനെ പൂജാമുറിക്കകത്ത് വന്നു? അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ പാമ്പ് പോയിട്ട് ഒരു എലി പോലും കടന്നു വരില്ല. ആ സ്ഥലത്ത് ഇത്രയും വിഷമുള്ള പാമ്പ് എങ്ങനെ നമ്മുടെ പൂജാമുറിക്കുള്ളിൽ വന്നതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അവർ. അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങുകയാണ് കേട്ടോ. പൂജാമുറി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പാമ്പ് പിന്നെ വേറെ ഒന്നും ഇറങ്ങി പോകാതിരിക്കാനായിട്ട്. അബിയുടെയും ജലജയുടെയും മുഖത്തെ ആ പേടിയും ആ ഒരു വെപ്രാളമൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ നന്ദുവിന് അവരെ സംശയമാവുന്നുണ്ട്. നന്ദു ഉടനെ അബിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ മുഖത്തൊരു പേടിയൊക്കെ? ഇനി നിങ്ങൾ വല്ലതും ആണോ ഈ പാമ്പിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്? നയനേച്ചി ഇന്ന് പൂജ ചെയ്യുമ്പോൾ നയനേച്ചിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ നന്ദു വെറുതെ ഒന്ന് എറിഞ്ഞ് നോക്കുന്നതാണ് കേട്ടോ അവരെ. അപ്പോഴേക്കും അവരുടെ ആ ഒരു വെപ്രാളമൊക്കെ കാണുമ്പോഴേക്കും പിന്നെ ആ ചോദ്യം കേട്ട് അവരങ്ങ് പേടിച്ച് പോകുന്നുണ്ട്. ജലജ ഉടനെ പറയുന്നുണ്ട്, ഞങ്ങളോ പാമ്പിനെയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അബി പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യമാണ് നീ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതുപോലെ വിഷമുള്ള ഒരു മൂർഖൻ പാമ്പിനെ എങ്ങനെ ഇവളോട്ട് കൊണ്ടുവരാൻ സാധിക്കും? അത് വല്ലയിടത്തുനിന്നും കയറി വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ ഇവരെ ഭയങ്കരമായിട്ട് സംശയം വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഉടനെ പറയുന്നുണ്ട്, ഇത്രയും നാളും ഈ വീട്ടിനകത്ത് ഒരു എഴഞ്ഞെത്തുക്കൾ പോലും കയറി വന്നിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇപ്പം മാത്രം പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും ആദർശം മുത്തശ്ശിയൊക്കെ കൂടെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ അതും ഇതും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ മുത്തശ്ശ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാമ്പ് പിടുത്തക്കാരനെ വിളിക്കണം, അയാൾ വന്ന് ഈ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോട്ടെ, എന്നിട്ട് ബാക്കി കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പാമ്പ് പിടുത്തക്കാരനെയൊക്കെ വിളിച്ച് വരുത്തുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ പാമ്പ് പിടുത്തക്കാരൻ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴേക്കും എവിടെയാ പാമ്പെന്ന് ചോദിക്കുമ്പോൾ പൂജാമുറിയൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂജാമുറിക്കകത്ത് കയറിയിട്ട് ആ പാമ്പ് പിടുത്തക്കാരൻ പിടിക്കുകയാണ്. പാമ്പിനെ പിടിച്ച് സഞ്ചിയിലാക്കി കൊണ്ടുപോവുകയാണ് കേട്ടോ. ആ സമയത്ത് ആ പാമ്പ് പിടുത്തക്കാരൻ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഈ വീട്ടിൽ പാമ്പ് കയറിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് വരെ ഈ വീട്ടിൽ ഇഴജന്തുക്കളെ കൊണ്ടുള്ള ഒരു ശല്യവും ഉണ്ടായിട്ടില്ല. പാമ്പ് പോയിട്ട് ഒരു എലിക്കുഞ്ഞിന് പോലും ഇതിലോട്ട് കയറി വരാൻ പറ്റാത്ത പോലെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ കയറി വന്നോന്ന് അറിയില്ല. ഇനിയിപ്പം ഞങ്ങളുടെ ശത്രുക്കൾ മനഃപൂർവ്വം ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണോ എന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ആർക്കും ഒരു ആപത്തും സംഭവിക്കാതിരുന്നു തന്നെ ദൈവനിശ്ചയം. ദേവന് പറയുന്നുണ്ട്, നയനമ്മക്കൊന്നും സംഭവിക്കാഞ്ഞ തന്നെ എൻ്റെ മനസ്സമാധാനം. മോള് രാവിലെ മുതൽ പൂജാമുറിക്കകത്തുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് ദൈവത്തിൻ്റെ കാവൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നൊക്കെ എൻ്റെ മോളെ രക്ഷപ്പെടുത്തുന്നതെന്നൊക്കെ ദേവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അബിക്കും ജലജയ്ക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് വല്ലാതെ ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇവൾ വീണ്ടും രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ഒന്നെങ്കിൽ അല്ലെങ്കിൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ്, രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കുന്നൊക്കെ വെറുതെ മോഹിച്ചിരുന്നല്ലാതെ ഒന്നും തന്നെ നടന്നില്ലല്ലോ എന്നോർത്താൽ അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പാമ്പുപിടുത്തക്കാരൻ പറയുന്നുണ്ട്, ഈ പാമ്പിനെ പിടിക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ പാമ്പിനെ പിടിക്കാൻ പറ്റി. ഇതിനെ മെനുക്കിയെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടിയും വന്നില്ല.
ഇതിനെ ആരോ വളർത്തുന്ന പാമ്പാണ്. ഇത് കാടുകളിൽ അലഞ്ഞിരിച്ച് നടക്കുന്ന പാമ്പൊന്നുമല്ല. ഇതിനെ ആരോ മെനുക്കിയെടുത്ത് വളർത്തുന്ന പാമ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ആ കുട്ടിയെ ഒന്നും ചെയ്യാതിരുന്നതും. മിക്കവാറും നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലും തന്നെയായിരിക്കും ഈ പാമ്പിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് ആ പാമ്പ് കൊടുത്തക്കാരൻ ആ പാമ്പിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ആദർശ് അയാൾക്ക് വേണ്ട കാശൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വിടുന്നുണ്ട്. എന്നാൽ നന്ദുവിൻ്റെ മനസ്സിൽ ഈ സംശയം ഇങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. കാരണം നന്ദുവിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. CA സച്ചിദാനന്ദനും അനാമികയും അതുപോലെ തന്നെ വേണുവും അഭിയൊക്കെ കൂടെ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അനന്തപുരിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് നമ്മുടെ നന്ദു ധരിച്ചു വെച്ചിരിക്കുന്നത്. തന്നെയുമല്ല, അഭിയെ പൂട്ടാനായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലുണ്ടല്ലോ. ജ്വല്ലറിയിലെ കള്ളക്കടത്ത് മാത്രമല്ല, ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മുത്തശ്ശിയും കോടതി കയറ്റിയതും അതിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അനാമിയെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും അതുപോലെ എല്ലാ കൊള്ളരുതായ്മകളും ചെയ്തത് അഭി തന്നെയാണ് എന്നതിൻ്റെ തെളിവുകളെല്ലാം നമ്മുടെ നന്ദുവിൻ്റെ പക്കലുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദു കരുതിയിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് വീട്ടിലൊരു മംഗളകർമ്മം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് നന്ദു പോലീസ് യൂണിഫോത്തിൽ അങ്ങോട്ട് വരാതിരുന്നത്. അഭിയുടെ അറസ്റ്റ് നാളത്തേക്ക് മാറ്റിവെച്ചത് അതുകൊണ്ടാണ്. എന്നാൽ വീട്ടിലെ പാമ്പ് കയറി എല്ലാവരും പരിഭ്രാന്തിയിലായതോടുകൂടി എല്ലാവർക്കും ആ ഒരു സന്തോഷം കുറച്ച് നേരത്തേക്ക് ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. വലിയൊരു ദുരന്തമാണ് ഒഴിവായി പോയത്. ആ പാമ്പിൻ്റെ കടിയേറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇതൊരു മരണവീടിന് തുല്യമായെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ റൂമിലോട്ട് കയറി പോകുമ്പോഴേക്കും നന്ദു പിന്നാലെ പോയിട്ട് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അഭിയെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും ഇനി നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ട് ഇതുപോലൊരു ദുഷ്ടനെ ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോളുടെ ഡ്യൂട്ടി നോക്കിക്കോ, ഞങ്ങളൊന്നിനും എതിര് നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരു ദുഷ്ടന് ഈ വീട്ടിലില്ലാത്തത് തന്നെയാണ് നല്ലത്. ഇപ്പം തന്നെ ആ പാമ്പിൻ്റെ കേസ് നോക്കിക്കാൻ മുത്തശ്ശ, എനിക്ക് അഭിയെ നല്ല സംശയമുണ്ട്. അഭി തന്നെയാണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ഒരു തെളിവെനിക്ക് കിട്ടും. അവനെ ഞാൻ പിന്നെ വെച്ചേക്കത്തില്ല എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ഒന്ന് നയനനെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ച് സ്റ്റേഷനിലെത്തിയ നന്ദു അഭിയുടെ ഫോൺ കോളുകളൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ. അഭിയുടെ ഫോൺ കോളുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് അഭി ആരെയൊക്കെ വിളിച്ചു എന്നുള്ളതിൻ്റെ കോൾ ലിസ്റ്റുകളും ഒക്കെ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഒരു പാമ്പാട്ടിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ആ പാമ്പാട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നന്ദു അയാളുടെ വീട്ടിൽ തന്നെ പോകുന്നുണ്ട്. അന്നേരം അയാൾക്കിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അയാളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കുന്നു തന്നെ പറഞ്ഞുകൊണ്ടാണ് നന്ദു അങ്ങോട്ടേക്ക് പോകുന്നത്. പറഞ്ഞ പോലെ തന്നെ അയാൾ ആദ്യം ഒന്നും സമ്മതിച്ചില്ലെങ്കിലും 2 എണ്ണം കൊടുക്കേണ്ടതുപോലെ കൊടുത്തപ്പം അയാൾ തത്ത പറയും പോലെ എല്ലാ സത്യങ്ങളും പറഞ്ഞു. അഭിസാറാണ് എന്നെക്കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിച്ചത്. ഒരു ഉഗ്രവിഷമുള്ള പാമ്പിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു കരിമൂർക്കനെ തന്നെയാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. അത് അയാൾ മേടിച്ചൊന്നുമില്ല. എന്നോട് തന്നെ അയാൾ പൂജാമുറിക്കുള്ളിലെ പൂക്കോട്ടയിൽ വെക്കാനാണ് പറഞ്ഞത്. ആ പൂക്കോട്ടയിൽ ഞാൻ അതിനെ കൊണ്ട് വെക്കുകയും ചെയ്തു. എനിക്കതിനുള്ള പൈസയും തന്നു. കൂടുതൽ പൈസ വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും തൽക്കാലം താൻ ഇത് പിടിക്ക്, എന്തായാലും നല്ലൊരു നേട്ടം, എന്തായാലും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള നേട്ടം തനിക്കും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അയാൾ നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അഭി തന്നെയാണല്ലേ ഇതിൻ്റെ പിന്നിലും എന്നിങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഉടനെ നന്ദുവിനോട് ചോദിക്കുക, എന്താ മേഡം അവിടെ എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ അളിയൻ ആരെങ്കിലും കടിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഓവടോ തൻ്റെ അളിയൻ അവിടെ എല്ലാവരെയും കടിച്ചു, ഇനി തന്നെ ഞാൻ കടുപ്പിക്കാൻ പോവാ, താൻ ആദ്യം ജീപ്പിലോട്ട് കയറ്, തന്നെ ഞാൻ കൂട്ടുപ്രതിയാക്കും, ഇതിൽ കുറച്ച് പൈസ കിട്ടിയാൽ എന്ത് തെമ്മാടിത്തരവും താനൊക്കെ കാണിക്കുമല്ലേ, തന്നെയൊക്കെ പിടിച്ച് ജയിലിലിടുക ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് നന്ദു. എന്തായാലും നന്ദു അത് പെട്ടെന്നൊന്നും ആരെയും അറിയിക്കുന്നില്ല. നാളെ എന്തായാലും അവൻ്റെ ചീട്ട് കയറാൻ പോവല്ലേ, അന്നേരം ഈ സത്യം തുറന്ന് പറയാം. എന്തായാലും നയനേച്ചിയും നവ്യേച്ചിയൊക്കെ ഇപ്പോൾ സേഫ് ആണല്ലോ, അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടെ അവൻ അവിടെ കിടന്നോട്ടെ. എന്തായാലും ഇന്നൊരു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ, വൈകിട്ട് ഫംഗ്ഷനൊക്കെ ഉള്ളതല്ലേ. ആ ഫംഗ്ഷൻ്റെ ഇടയിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായാലും കുളവായി പോകും. അതുകൊണ്ട് ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ. നാളെ തന്നെ അവനെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. നാളെ തന്നെ അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും. അവനെ ഇടിച്ച് അവൻ്റെ നട്ടൽ ഞാൻ ഓടിക്കും, അവനെ കൊണ്ട് ചോര തുപ്പിക്കും എന്നൊക്കെ തന്നെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വൈകിട്ടത്തെ ഫംഗ്ഷനൊക്കെ നല്ല രീതിക്ക് നടക്കുകയാണ്. നന്ദാവനത്തിലുള്ളവരും അനന്തപുരിയിലുള്ളവരും അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ നവീൻ വക്കീലും അങ്ങനെയുള്ള കുറച്ച് പേരും ഒക്കെ ആയിട്ട് ആ ഫംഗ്ഷൻ നല്ല മനോഹരമാക്കുന്നുണ്ട്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ തന്നെ പിരിയുന്നുണ്ട് കേട്ടോ. എന്നാൽ ജലജയ്ക്കും അഭിക്കും നവ്യയ്ക്കും ഒന്നും അത്ര വലിയ സന്തോഷമൊന്നുമില്ല. കാരണം നവ്യയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. അഭിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ വേണ്ട പരിഗണനയൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമാണ് നവ്യയ്ക്ക്. എന്നാൽ നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തതാണ് അഭിയും ജലജയും കൂടെ. എന്നാൽ അവരുടെ പ്ലാനും കൂടെ ഇവിടെ ഫ്ലോപ്പായി പോയി. ആ പാമ്പ് പിടുത്തക്കാരൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല.
ആ പാമ്പ് കൊട്ടയ്ക്കകത്തുനിന്ന് ഇറങ്ങി പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നേനെ. അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് രണ്ടിലേതെങ്കിലും ഒന്ന് പോയേനെ. ഇതിപ്പോൾ രണ്ടും അല്ലാത്ത അവസ്ഥയിലായല്ലോ. എന്തായാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇതെന്താ പറമ്പിൽ നിന്ന് വല്ലതും കയറി വന്ന പാമ്പായിരിക്കും, അല്ലാതെ നമ്മളോട് ആർക്കും എത്ര ശത്രുത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കേസ് അങ്ങ് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കും. നമ്മുടെ മുഖത്തെ ഭാവവ്യത്യാസം പോലും ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇക്കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുന്നത് തന്നെ നല്ലതെന്നൊക്കെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജലജയോട്. അങ്ങനെ അന്നത്തെ ദിവസം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ഇന്ന് നയനേനെ എല്ലാവരും സ്നേഹിക്കുന്നതും നയനയ്ക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആദർശും അനിയും അഭിയും കൂടെ ഓഫീസിലോട്ടൊക്കെ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് തറവാടിന് മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. പോലീസ് ജീപ്പ് വന്ന് നിൽക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ടെൻഷൻ ആവുന്നുണ്ട്. എന്താ രാവിലെ തന്നെ പോലീസ് വണ്ടി വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോഴാണ് നമ്മുടെ നന്ദു മാസമായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അകത്തോട്ട് നന്ദു കയറി വരുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മോൾ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേ? ജ്വല്ലറിയിലെ കള്ളക്കടത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ മോളിപ്പോൾ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് കിട്ടേണ്ട എല്ലാ തെളിവുകളും കിട്ടി. കള്ളക്കടത്ത് കേസിലെ പ്രതി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ എന്ന് തന്നെ പറയുമ്പോഴേക്കും അബിക്ക് പെട്ടെന്ന് തന്നെ ഒരു അടി കിട്ടിയ ഫീലിംഗ് ആണ് കേട്ടോ. അബി ഇങ്ങനെ പെട്ടെന്ന് അന്താളിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാ തെളിവുകളും മോളുടെ കയ്യിലുണ്ടോ? ആരാണ് കുടുംബത്തിനകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഈ വീട്ടിലെ അസുര സ്വന്തത തന്നെയാണ്, അല്ലാതെ വേറെ ആര് ചെയ്യാനാ? അബി തന്നെയാണ് മുത്തശ്ശ. നമ്മൾ സംശയിച്ചത് ശരിയാണ്. അബി തന്നെയാണ് ഈ കള്ളക്കടത്ത് കേസിലെയും പ്രതി. അത് മാത്രമല്ല, മുത്തശ്ശനെയും കോടതി കയറ്റിയതും ഈ അബിയുടെ ബുദ്ധി തന്നെയാണ്. അനാമയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി അവളെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പ്രോത്സാഹിപ്പിച്ചത് ഈ അബിയാണ്. എനിക്കെതിരെ കേസ് കൊടുത്തതും ഈ തറവാട്ടിലുള്ള എല്ലാവരെയും നാണം കെടുത്തിയത് അബി തന്നെയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും തന്നെ വരുന്നുണ്ട് കേട്ടോ. നവ്യയുടെ മുമ്പിൽ ചെന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പോഴും ചേച്ചിയുടെ ഭർത്താവിനെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഇവനൊരു നീചനാണ്. മനസ്സിൽ ചതിയും വഞ്ചനയും കള്ളത്തരങ്ങളുടെ കൂമ്പാരം കൊണ്ട് നടക്കുന്നവനാണ്. ഇവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത്രയും നാളും ഇവൻ ചേച്ചിയെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയായിരുന്നു. ചേച്ചിക്കറിയാവോ ചന്തുമോൾ ആരുടെ കുഞ്ഞാണെന്നുള്ള കാര്യം? ഈ അബിയുടെ കുഞ്ഞാണ്. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ്, ആ കുഞ്ഞിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നയനേച്ചിയും ആദർശേട്ടനും കൂടെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഏറ്റെടുത്ത് വളർത്തുന്നത്. ഇനിയെങ്കിലും ചേച്ചി ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അനഘയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ചേച്ചിയുടെ ഭർത്താവായ അബിയാണ്. ചേച്ചിയോ അനഘയോ മാത്രമല്ല, ഇവൻ്റെ വലയിൽ ഇനിയും കുറേ പെൺകുട്ടികളുണ്ട്. പല പെൺകുട്ടികളുടെയും ജീവിതം ഇവൻ വഴിയാധാരമാക്കിയിട്ടുണ്ട്. ഇവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ഇതുപോലെയുള്ള ഫ്രോഡ് പണികളാണ് ചേച്ചി. ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരുത്തം തന്നെയാണ് ഇവൻ്റെ അമ്മയും ഒക്കെ കൂടിയിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ ചേച്ചി തന്നെ അബിയോട് ചോദിച്ചു നോക്കി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ എന്ന്. DNA ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വരെ നയനേച്ചിയുടെയും ആദർശേട്ടൻ്റെയും കയ്യിലുണ്ട്. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അബിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇന്നലെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഇവനെ. പിന്നെ ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കുമ്പം ഞാനായിട്ട് എന്തിനാ സന്തോഷം തല്ലിക്കെടുത്തുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് ഇന്നത്തേക്ക് മാറ്റിയത്. പിന്നെ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായല്ലോ, ഒരു വിഷപ്പാമ്പ് ഈ വീട്ടിനകത്ത് കടന്നു എന്നുള്ള സംഭവം. അതിന് പിന്നിൽ ആരാണെന്നറിയാവോ? അതിന് പിന്നിലും ഈ അബി തന്നെയാണ്. അബിയും CA സച്ചിദാനന്ദനും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്ലാനിങ് ആയിരുന്നു മുത്തശ്ശ ഇതെല്ലാം. ഇന്നലെ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം അബിയുടെ കോൾ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു. അതിൽ നിന്ന് അബി ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ളതും എന്തൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ എന്നുള്ളതും ഒക്കെ ഞാൻ മനസ്സിലാക്കി. ഒട്ടും താമസിയാതെ തന്നെ ഞാൻ അയാളുടെ പിന്നാലെ പോയി. അബിയും ആ പാമ്പ് കൊടുത്തക്കാരനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ CCTVകളെല്ലാം കേടാക്കിയതിന് ശേഷമാണ് അയാൾ ആ പാമ്പിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അത് നയനേച്ചിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. നയനേച്ചിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ആ പാമ്പിനെ കൊണ്ടുവന്ന് പൂജാമുറിയിലെ പൂക്കുട്ടയ്ക്കകത്ത് വെച്ചു. അതും അയാളെ കൊണ്ട് തന്നെ വെപ്പിച്ചു. രാവിലെ പൂജയ്ക്കായിട്ട് പൂക്കുട്ട തുറക്കുന്ന സമയത്ത് ആ പാമ്പ് നയനേച്ചിയുടെ കയ്യിൽ കൊത്താനായിരുന്നു ഇവരുടെ പ്ലാൻ. ആ പാമ്പ് നയനേച്ചിയെ കടിച്ചിരുന്നെങ്കിൽ നയനേച്ചിക്കും അതുപോലെ തന്നെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെയും ജീവൻ ആപത്തായേനെ. എന്തായാലും ആ പാമ്പ് ആ കൂടയ്ക്കകത്തുനിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്ന ഈ ദുഷ്ടക്കൂട്ടങ്ങളെ ഇനിയും ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാനാവില്ല മുത്തശ്ശ. ഇന്ന് തന്നെ ഇവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇന്ന് തന്നെ ഇവർക്ക് കിട്ടേണ്ട ശിക്ഷയൊക്കെ കിട്ടി ഇവരെ പിടിച്ച് ജയിലിലാക്കുക ചെയ്യേണ്ടത്. ഇനി ഇവർ പുറം ലോകം കാണാൻ പാടില്ല. അമ്മയും മോനും കണക്കാ രണ്ടുപേരെയും കൂടി ആയിരുന്നു അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഞാനിപ്പം അബിയെ മാത്രം അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത്ര ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുത്ത് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഇവൻ ആ കേസുകളൊക്കെ. ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇവൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇവനെ പോലൊരു നീചകൻ്റെ കൂടെ ഇനി ചേച്ചി ജീവിക്കേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ചേച്ചിക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ സത്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ചേച്ചി ഓരോ പ്രാവശ്യവും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. പകരം അവരുടെ ഉള്ളിലും തീയായിരുന്നു. ഓരോ ദിവസവും ഇയാളുടെ കൂടെ ചേച്ചി ജീവിക്കുന്ന ഓർത്തിട്ട് അവർക്ക് ആകെ ടെൻഷനായിരുന്നു.
ചേച്ചിക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് വരുമോയെന്നൊക്കെ ഓർത്ത്. എന്തായാലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ജലജയാണെങ്കിലും ഒരക്ഷരം മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ചന്തുമോൾ തൻ്റെ കൊച്ചുമോളാണെന്ന് അറിയുമ്പോഴേക്കും അത് ജലജയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ എന്നോട് ഈ കാര്യം മറച്ചു വെച്ചല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ് ജലജ. അങ്ങനെ എല്ലാം കൊണ്ടും പിടിക്കപ്പെട്ടിരിക്കുകയാണ് അബി. അബിക്ക് ഇനി ഒരു രക്ഷപ്പെടലില്ല. നാളെ ഇത്രയും നാളും അബി ചെയ്തു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങളും എല്ലാ ദുഷ്ടപ്രവൃത്തികൾക്കും കടിഞ്ഞാണിട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നയനയ്ക്ക് ഇതൊന്നും അങ്ങോട്ടേക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? നയനയ്ക്കും ഏറെക്കുറെ അബിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യവും ആദർശിൻ്റെയും അതുപോലെ തന്നെ നയനയുടെയൊക്കെ വായിൽ നിന്ന് നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതമായിരിക്കും ഇല്ലാതാകാൻ പോകുന്നതെന്നൊക്കെ അവരുടെ പറച്ചിലിൽ തന്നെ നവ്യ കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ നവ്യ അബിയുടെ കാരണം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ജലജയുടെ വകയായിട്ടും അബിക്കിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ചന്തുമോളുടെ കാര്യം ജലജയോട് പോലും അബി ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ എല്ലാവരുടെ മുമ്പിൽ എന്നെയും കൂടെ നാണം കെടുത്തിയെന്ന് പറഞ്ഞിട്ട് ജലജ നല്ലൊരു അടി തന്നെയാണ് കേട്ടോ നമ്മുടെ അബിക്ക് കൊടുക്കുന്നതും. എല്ലാവരുടെയും മുമ്പിലിട്ട് ജലജ അവനെ പൊതിരെ തല്ലുന്നുണ്ട്. ദേവേനെ ഉടനെ ഭയങ്കര എമോഷണലായിട്ട് പറയുന്നുണ്ട്, ഇത്രയ്ക്കും വൃത്തികെട്ട മനസ്സായിരുന്നോടാ നിൻ്റെത്. എൻ്റെ നയനമോളെയും അവളുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ വരെ നീ ഇല്ലാതാക്കാൻ നോക്കിയോ? നീ ഇനി പുറം ലോകം കാണാൻ പാടില്ല. നന്ദുമോളെ, ഇവനെ നീ ഇനി പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ജീവിതകാലം മുഴുവൻ ഇവൻ അതിനകത്ത് കടന്ന് നിറയിക്കണം. ചെയ്തു പോയ കുറ്റങ്ങൾ ഓർത്ത് ഇവൻ കരയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അങ്ങനെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നന്ദു അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നിവൃത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവ്യ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ